വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനം ആചരിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ സഹകരണത്തോടെയായിരുന്നു ദിനാചരണം. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഭരണിക്കാവ് വികാസ് കലാ സാംസ്കാരിക സമിതിയിലാണ് വയോജന പീഡന വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. വയോജനങ്ങളുടെ ആശങ്കകൾ വേദിയിൽ പങ്കുവച്ചു. സബ് ജഡ്ജ് രേഖ ലോറിയൻ ഉദ്ഘാടനം ചെയ്തു. കൊണ്ട് അവസാനിക്കേണ്ട ഒരു കാര്യമല്ല ഈ ദിവസത്തെ പ്രവൃത്തി. അത് നിങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ്. പിന്നെ എന്തെങ്കിലും അവകാശ ലംഘനം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവബോധനമാണ് ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടവർക്കെതിരെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേണ്ടി വരാം. കാര്യം അവർ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണല്ലോ അവർ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കും. അത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് വ്യക്തമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇന്നൊരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം തീരേണ്ട ഒരു കാര്യമല്ല എൽഡർ അബ്യൂസ് അവയർനെസ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അടുത്ത തലമുറയിലുള്ളവർക്കാണ് അത് കൂടുതലായി നൽകേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് ഇന്ന് പറഞ്ഞു തരും. മറ്റു കാര്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടി ഞങ്ങൾ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് അതിനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് എത്രയും പ്രയോജനപ്പെടുത്തണം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, അത് പരിഹരിക്കാം. ഇനി അത് മാത്രമല്ല, മുന്നോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു. നമ്മളോടായിരുന്നു. അപ്പൊ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നത് ആദ്യം നമ്മളായിരുന്നു. മാതാപിതാക്കളും അല്ല, അവരാരും ആയിരിക്കില്ല. അവർ ജോലിക്ക് പോകും. നമ്മളോടായിരിക്കും അവർ വന്ന് കഥകൾ പറയുന്നത്. അവരെ കഥകൾ കേൾക്കുന്ന നമ്മളായിരുന്നു. അവർക്ക് പറഞ്ഞുകൊടുക്കും. പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ പറയാം, അല്ലെ കളിക്കാൻ വിടുന്നത് നമ്മളായിരുന്നു. ഇന്നിപ്പോ എങ്ങനെയാ കുട്ടികൾ ചെയ്യുന്നത്? കുട്ടികൾ നമ്മളെ ആരും ശ്രദ്ധിക്കത്തേ ഇല്ല. എന്താന്ന് വെച്ചാൽ അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ, ചില കുടുംബങ്ങളിൽ അച്ഛമ്മ അമ്മമ്മ എന്നൊക്കെ പറഞ്ഞ സ്നേഹമൊക്കെ ഉണ്ട്, എങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് വരിക, ഫോണിൽ നോക്കുക, ഫോൺ അഡിക്റ്റ് ആയി അവർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോണിനകത്ത് എന്തെങ്കിലും കളികൾ അല്ലെങ്കിൽ TV കണ്ടോണ്ടിരിക്കുക. അപ്പോൾ അച്ഛമ്മയായാലും അമ്മമ്മയായാലും എന്തെങ്കിലും പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പോലുമുള്ള ആ ശ്രദ്ധ കിട്ടാതിരിക്കുമ്പോഴും നമുക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട് കുട്ടികളുടെ. അപ്പം പിന്നെ മാത്രമല്ല, അവർ കുഞ്ഞായി അവർ പിന്നെ പഠിക്കുക. ചില മേളിലായിരിക്കും. പണ്ടൊക്കെ നമുക്ക് മേളൊന്നുമില്ല, താഴെയാ എല്ലാവരും. അതുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പം മേളിൽ പോയിരുന്ന് കുഞ്ഞുങ്ങൾ പഠിക്കും. അമ്മമാർ പടി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവർ വലുതായി വരുമ്പോഴത്തേനും എന്താ UK, ലണ്ടൻ. അപ്പം ഈ അച്ഛനും അമ്മയും അറിയുന്നില്ല അവസാനം ഞങ്ങളുടെ സ്ഥിതി ഇതാണെന്ന്. UK, ലണ്ടനൊക്കെ പോയതിന് ശേഷം പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴായിരിക്കും ഈ അച്ഛനും അമ്മയും അറിയുന്നത്. ഞങ്ങൾക്കും ഗതിയായി പോയല്ലോ. സുമാ ബാബു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ലോയിഡ് EL, ഉഷ വിജയൻ, വിജയകുമാരി, സുശീല തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് അഡ്വക്കേറ്റ് ബുഷ്ര J നേതൃത്വം നൽകി. രശ്മി, ഷജില, രാഖി, ലെനോറ, ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.